നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരാൻ പോകുന്നു. നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ഇന്ന് രാവിലെ മോഹൻദേട്ടന്റെ കയ്യിൽ നിന്നും ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോ മുതൽ ഞാൻ നല്ല സന്തോഷത്തിലായിരുന്നു. പെട്ടെന്നൊരു ക്ഷീണവും തളർച്ചയൊക്കെ തോന്നി. ശ്രേയമൊത്ത് ഡോക്ടറെ കണ്ടു. അമ്മയാവുന്ന എന്റെ ക്ഷീണം അത്ര. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ മോഹൻദേട്ടനെ ആവശ്യമില്ലാതെ സംശയിക്കുന്നതിന്റെ ശിക്ഷ പോലെ ആയിരിക്കും ഭഗവാൻ എനിക്കൊരു കുഞ്ഞിനെ തരാത്തെന്ന്. ഈയിടെയായിട്ട് മോഹൻദേട്ടനെ കുറ്റം പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ രാഹുലുമായി കൂട്ടുകൂടിയപ്പോ എനിക്ക് സമാധാനമായി. ഇന്നിപ്പോ എനിക്ക് സമ്മാനം വാങ്ങി തന്നപ്പോ പൂർണ്ണ സന്തോഷമായി, വിശ്വാസമായി. വിശ്വാസം വന്നപ്പോതാ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി ഒരു കാര്യത്തിൽ ഞാൻ മോഹൻദേട്ടനെ അവിശ്വസിക്കില്ല. എന്നോട് ക്ഷമിക്കണം. എന്നോട് നീയും ക്ഷമിക്കണം. എന്തിന്? അല്ല, അറിഞ്ഞോ അറിയാതെയോ നിന്നെ ഞാനും വിഷമിപ്പിച്ചിട്ടില്ലേ? ആര് പറഞ്ഞു? കഴിഞ്ഞതൊക്കെ പോട്ടെ, നമുക്കിനി പുതിയൊരു ജീവിതം, അല്ല ഇനിയാണ് നമ്മൾ ജീവിച്ചു തുടങ്ങാൻ പോണത്. എന്താ? അല്ല, ഇതങ്ങ് മാറ്റിയേക്കാം. ഈ ഒരു കളങ്കം പോലും നമുക്ക് വേണ്ട. കളങ്കോ? എന്ത് കളങ്കം? അല്ല, ചിലപ്പോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ആ ഒരു കളങ്കം പോലും വേണ്ട. ഞാൻ സംശയിക്കുന്നു വിചാരിച്ചിട്ടാ കട്ട് ചെയ്തതല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നല്ലൊരു അച്ഛനെ സംശയിച്ചാലേ എന്റെ മോൻ എന്നോട് ചോദിക്കും. എന്റെ കുഞ്ഞേഷ്ണ, ഹലോ, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് മുകുന്ദൻജിയെ വേണം. ഷോപ്പിംഗ് മാളിൽ എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞു അല്ലേ? എവിടെ ചെന്ന് വിളിച്ചാലും പിന്തുടർന്ന് പിടികൂടുന്നവളാ ഞാൻ. കുട്ടി പ്ലീസ്, ദൈവത്തെ ഓർത്തെന്നെ വിട്ടേക്ക്. രാഹുൽ ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ കുട്ടിയെ കാണാൻ വേണ്ടി വന്നത്. എന്റെ ഭാര്യയെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷം എനിക്ക് വേണ്ട. അവളെ പിരിഞ്ഞൊരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാനും എന്റെ ഭാര്യയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലാണിപ്പോ. കുട്ടിക്കറിയോ, ഞാനൊരു അച്ഛനാവാൻ പോവാ. അതൊക്കെ എന്റെ കൃഷ്ണേന്ദുവിന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രം. കുടുംബവും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത നിനക്കൊന്നും അതിന്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്വന്തം ജീവിതവും ഇങ്ങനെയായി, എന്തിനാ മറ്റുള്ളവരുടെ ജീവിതം കൂടി വെറുതെ നശിപ്പിക്കുന്നത്? എനിക്കൊന്നും കേൾക്കണ്ട. നാളെ രാവിലെ ഞാൻ വീട്ടിൽ വരും. വൈഫിനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വെച്ചോളണം. എന്തിന്? ഹലോ ഹലോ ഹലോ.